പഴയ ഒരു ടീഷർട്ട് മതി, ഒരുപാട് കാര്യങ്ങൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് മാത്രമല്ല, വേറെയും കുറേ നല്ല ടിപ്സ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത്, കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് ആവട്ടെ, ഏതാവട്ടെ, ജാക്കറ്റ് ആവട്ടെ, അല്ലെങ്കിൽ എന്താണെങ്കിലും ഇതേപോലത്തെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അയൺ ബോക്സ് വെക്കുമ്പോൾ അതിൽ പിടിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ഒരു പേപ്പർ വെച്ചിട്ട് അതിന് മുകളിൽ അയൺ ചെയ്യുക എന്നുള്ളത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതേപോലത്തെ ജാക്കറ്റ് കാര്യങ്ങൾ, ബനിയനൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ഒരു അയൺ ബോക്സ് നമ്മൾ അയൺ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ തുണികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് ഇതിൽ ഈ ഒരു അയൺ ബോക്സിൽ അങ്ങനെ പിടിക്കാതെ നമുക്ക് നേരെ ചെയ്യാനും പറ്റും, വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ ഇഞ്ചിയൊക്കെ ഇല്ലേ, കുറേ ദിവസം ഇങ്ങനെ കേടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട്, അതല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ചില്ലിൻ്റെ ബോട്ടിലോ എന്തിലെങ്കിലും ആക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെക്കണം. അതൊരു മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ്, എന്നിട്ട് അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം ഇത് കേടാവാതിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു കേടും വരാതിരിക്കും. അതിനുശേഷം നമ്മളിത് അടച്ചുകൂടി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മിക്സിയുടെ ജാറൊക്കെ ചില സമയത്ത് ഇപ്പോൾ ഉഴുന്ന കാര്യങ്ങളൊക്കെ അരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലേഡിൻ്റെ ഇടയിൽ അത് കുടുങ്ങിയിട്ട് നമുക്ക് എത്ര വാഷ് ചെയ്താലും അത് വൃത്തിയാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് വൃത്തിയാവാനായിട്ട് നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. ഇത് രണ്ട് കാര്യത്തിന് ഗുണമാണ്. ഒന്ന്, ഈ ബ്ലേഡൊക്കെ ഷാർപ്പൻ ചെയ്യാനായിട്ട് ഇത് ഗുണമാണ്. രണ്ട്, ഇതിൻ്റെ അകത്തുള്ള അഴുക്ക് പോകാനായിട്ടും ഇങ്ങനെ ഒന്ന്, പിന്നെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് പൾസ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ചൊരു 2 ഡ്രോപ്സ് ഡിഷ് വാഷ് ലിക്വിഡ് കൂടെ ഒഴിച്ചിട്ട് ഒന്ന് പൾസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ദാ ഞാൻ അന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നോക്കിയിട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും, ഈ ഒരു സൈഡില്ലേ, ബ്ലേഡിൻ്റെ ആ ഒരു സൈഡിൽ നിന്നൊക്കെ നമ്മുടെ ഈ മാവൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ ഉഴുന്നിൻ്റെ ഒക്കെ ആ ഒരു ഇതിങ്ങനെ സൈഡിലോട്ട് വരും. അതെന്താ പറഞ്ഞാൽ ഈ ഒരു കല്ലുപ്പല്ലേ നമ്മൾ ഇടുന്നത്, അപ്പോൾ അതിൻ്റെ ആ ഒരു തരിതരിപ്പ് കാരണം അത് നല്ല രീതിയിൽ അത് വാഷായ മാതിരി. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ കൂടി നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതേപോലെ വെണ്ടയ്ക്കൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലെ പുറകുന്ന് നമ്മൾ ഇതൊന്നും ഇങ്ങനെ പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഇതിങ്ങനെ പൊട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല വെണ്ടയ്ക്കയാണ്, അധികം മൂപ്പൊന്നും ആയിട്ടില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കണ്ടോ ഇതേപോലെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു രീതി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് വാങ്ങിച്ചാൽ മതി. അപ്പോൾ നല്ല വെണ്ടയ്ക്ക് തന്നെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ ഇത് വളരെ നമുക്ക് കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ, നല്ല മൂത്തും ഇട്ടുള്ള ഒരു വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ കത്തി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ, ഇതിനൊരു വഴുവഴുപ്പുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതിങ്ങനെ കത്തിയിൽ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഇതാവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇതേപോലെ ഒരു ലെമണിൻ്റെ പാതി എടുത്തിട്ട് ഈ ഒരു കത്തിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ജ്യൂസ് ഒന്ന് ആയിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് കാര്യങ്ങളൊന്നും കണ്ടോ അങ്ങനെ വരില്ല കത്തിയിൽ. മറ്റേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റാത്ത പോലെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാഴും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരാതിരിക്കാൻ നമ്മൾ ജസ്റ്റ് ലെമൺ ഇതിലൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, ഇതേപോലെ ഞാനൊരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കോളർ ഉള്ളതോ ഇല്ലാത്തതോ ഒക്കെ എടുക്കാം കേട്ടോ, പഴയത് ഒക്കെ ഏതായാലും മതി. അപ്പോൾ ഇങ്ങനെ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഈ ഒരു താഴെ ഭാഗമില്ലേ, ഈ ഒരു താഴെ ഭാഗം നമുക്ക് മെഷീനുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാം, അതല്ലാത്തവർക്ക് നമ്മളിപ്പോൾ ഇതേപോലെ വലിയൊരു സൂചി വെച്ചിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുന്നിയെടുത്താൽ മതി കേട്ടോ, ഈ ഒരു ഭാഗം മാത്രം. ഇനി നമുക്ക് ഈ ഒരു കൈയിൻ്റെ ആ ഒരു ഭാഗവും രണ്ട് കൈയിൻ്റെയും ഈ ഒരു ഭാഗവും വേണ്ട, അതേപോലെ തന്നെ നമുക്ക് ഈ കോളറുള്ള ഭാഗമില്ലേ, ഇവിടെയും നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കളയാം കേട്ടോ. അപ്പം ഞാനിതാ ഈ ഒരു 2 സൈഡും ഞാൻ ഇതേപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിനൊരു നല്ലോണം സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്ന ആൾക്കാർക്ക് ഇത് നേരെ കട്ട് ചെയ്യാനും ഇതൊക്കെ, ഞാൻ അങ്ങനെ സ്റ്റിച്ചിങ് ഒന്നും അറിയുന്ന ആളൊന്നും അല്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇതിനെയൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുവാണ്. അതേപോലെ അപ്പോൾ നിങ്ങൾക്കും ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്ത ഒരാൾക്കും അപ്പോൾ മനസ്സിലാക്കാമല്ലോ, എൻ്റെ പോലത്തെ ആൾക്കാർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു കൈൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഇതേപോലെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊരു സഞ്ചി മാതിരി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് വേണമെങ്കിൽ നമുക്ക് തിരിച്ച് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത ഭാഗം, ഇവിടെയാണ്, താഴെയാണ്.
ഇതുണ്ടോ, ഇവിടെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം നമ്മളിതാ താഴെ ആക്കിയിട്ട് നമ്മളിത് പുറം തിരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാമല്ലേ, തിരിച്ചു വെക്കാം. അതല്ല, സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, ഏത് ഭാഗത്തേക്ക് വേണമെന്ന് നോക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. അത് ഞാൻ കൈകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതാ എന്ത് വേണേലും നമുക്കിപ്പോൾ ഇതിനകത്ത് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അറിയാമല്ലേ, ഇപ്പോൾ നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് 15 രൂപയാണ് ഒരു ഇതേപോലത്തെ ഒരു ക്യാരി ബാഗിന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു കാര്യം നമുക്ക് എത്ര ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ പ്ലാസ്റ്റിക് കവേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ്, നമുക്കിതാ ഇങ്ങനെ ഒരു കാര്യം മതി. ഇതിൽ വേറെ സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വരുന്നില്ല. ഇപ്പോൾ ഇതാ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിനകത്തിട്ടിട്ട് നമുക്കിതാ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല വൃത്തിയായിട്ട് നമുക്ക് നല്ല ഹാങ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാനും പറ്റും. അതേപോലെ നല്ല വൃത്തിയായിട്ട് നമുക്ക് പിടിക്കാനും പറ്റും. ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് 1 രൂപ പോലും ചിലവില്ല. നമ്മുടെ വീട്ടിലുള്ള പഴയ ബനിയൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. കുറേ തുണികൾ മടക്കാനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും, അതേപോലെ തന്നെ സ്പേസ് ഒന്നും പോവാതെ വാർഡ്രോബ്സിലാണെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാഗിൽ വെക്കാനും ഒത്തിരി സ്പേസ് പോവാതെ മടക്കി വെക്കാനും പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ കുറച്ച് റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് നമ്മുടെ തുണികൾ ഇതാ ഇതേപോലെ ഒന്നും ഇങ്ങനെ ചുരുട്ടി എടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ഒരു റബ്ബർ ബാൻഡ് നടുവിൽ ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി. അതിനുശേഷം ഇങ്ങനെ നമ്മൾ എല്ലാ തുണികളും ഇതേപോലെ തന്നെ എടുത്ത് നമ്മൾ ഇതേപോലെ ചുരുട്ടി എടുത്തിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വെച്ചാൽ മതി. ഒരുപാട് സ്പേസ് ഒന്നും പോവില്ല. അതാ എല്ലാ തുണികളും ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ബാഗിൽ വെച്ച് നോക്കൂ. ഒത്തിരി വളരെ കുറവ് സ്പേസിൽ തന്നെ നമുക്ക് ഒരുപാട് 10-20 ഡ്രസ്സ് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴും കുട്ടികൾ ക്യാമ്പിലോ ഹോസ്റ്റലിലോ ഒക്കെ പോകുമ്പോൾ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ. എത്ര അലർജി ഉള്ള ആൾക്കാർക്കും 1 മാസത്തേക്ക് നമ്മുടെ വീട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ പാറ്റ, പല്ലി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള ടിപ്സാണ് കേട്ടോ പറയുന്നത്. ആദ്യം തന്നെ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിലേക്ക്. അത് കഴിഞ്ഞ് 3-4 കർപ്പൂരമാണ് കേട്ടോ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വെള്ളം എടുക്കുക ആവശ്യത്തിന്. അതിന് പുറമെ നമ്മൾ കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ പഴയ ഒരു പില്ലോ കവർ എടുത്തിട്ട് ആ വെള്ളത്തിലൊന്ന് മുക്കി പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ ചൂലെടുക്കുക. നമ്മുടെ വീട്ടിലെ ആ ഒരു ചൂലിൽ നമ്മൾ 2 സൈഡും റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു തലേണ കവർ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എത്ര അലർജി ഉള്ള ആൾക്കാർക്കും പൊടിയോ ഒന്നും താഴെ വീഴില്ല. അതുമാത്രമല്ല, നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് പല്ലി, പാറ്റ അങ്ങനത്തെ ഒന്നിൻ്റെയും ശല്യം വരില്ല. നമുക്ക് AC-യും എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.